ലോകത്ത് എല്ലാവർക്കും വേണ്ട ഒരു കാര്യം എന്താണെന്നോ? ഇത് മനുഷ്യർക്ക് വേണം, മൃഗങ്ങൾക്ക് വേണം, അങ്ങനെ ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഒരു കാര്യം വേണം. അതെന്താ? പണമാണോ? അതോ ആരോഗ്യമാണോ? എന്നാൽ ഇതൊന്നുമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യമാണ് എല്ലാവർക്കും വേണ്ട ഒരു കാര്യം. സ്വാതന്ത്ര്യം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ലോകം തന്നെ തലകീഴായി മറിക്കാം എന്നൊക്കെ ഒരു പഴയ മൊഴിയുണ്ട്. ആ മൊഴി ഉണ്ടാക്കിയിട്ടുള്ള ഞാൻ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പലതും പറയും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം എല്ലാവർക്കും വേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് വേറെ വീഡിയോ അല്ല, ഞാൻ പറഞ്ഞല്ലോ കനോലി കനാലിലാണെന്ന്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത് ഒരു ടീമിൻ്റെ പരിപാടിയാണ്. അപ്പുറത്ത് വേറൊരു ടീമുണ്ട്. അപ്പോൾ രണ്ട് ടീമും നിങ്ങൾക്ക് ആവശ്യമുള്ള, ഇത് പേരൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല കേട്ടോ, ആവശ്യമുള്ള സേവനങ്ങളൊക്കെ നൽകും. ഇവിടെ ഉള്ള സേവനങ്ങൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ, ഇല്ലാത്ത സേവനങ്ങളൊന്നും ആരും നൽകില്ല. അപ്പോൾ ഇവിടെ എന്തൊക്കെയുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോട്ടിംഗ് ഉണ്ട്, അതുപോലെ കയാക്കിംഗ് ഉണ്ട്, പെഡൽ ബോട്ട്, കയാക്കിങ്, അതുപോലെ തന്നെ വേറെ വലിയ ബോട്ടുകൾ, അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഇവിടെ. അതുപോലെ കള്ള് ഷാപ്പുണ്ട്. കള്ള് ഷാപ്പിൽ ഞാൻ കള്ള് കുടിക്കാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല, പക്ഷേ അവിടുത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് മുടക്കായതുകൊണ്ട് തന്നെ ഒരുപാട് പേരെ ഞാൻ പ്രതീക്ഷിച്ചു, അത്രയ്ക്കധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. കാരണം മഴ തന്നെയാണ്. ഒരു മൊത്തത്തിൽ പറയുകയാണെങ്കിൽ മഴ ഉണ്ടെന്നും പറയാൻ പറ്റില്ല, എന്നാൽ മഴ പെയ്യോ എന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. വെയിലില്ല, എന്നാൽ മഴ ഇല്ല, രണ്ടും ഇല്ലാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഞാൻ പോയി കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയപ്പോൾ നല്ല മഴ കിട്ടി, നല്ല പണി കിട്ടി. പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് പിടിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഏറ്റവും ആദ്യം ഞാൻ പ്രധാനമായിട്ടും ഇവിടേക്ക് വരാൻ കാരണം തന്നെ ഇവിടെ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാനാണ്. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ നാട്ടിലൊന്നും ഹോട്ടലില്ലാണ്ടാണോ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നതെന്ന് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. നിങ്ങൾ ചോദിക്കില്ല എന്ന് എനിക്കറിയാം, നിങ്ങളൊക്കെ നല്ല പിള്ളേർ തന്നെ, നിങ്ങൾ ചോദിക്കില്ല എന്നറിയാം. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ പറയാം, വേറെ ഒന്നും കൊണ്ടല്ല. ഇവിടെ നമ്മൾ വെള്ളത്തിലിരുന്നു കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ആ ഒരു സംഭവം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് മാത്രമല്ല, ഇവിടുത്തെ ഫുഡും അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. ബിരിയാണി കഴിക്കാനാണ് ഞാൻ പ്രധാനമായിട്ട് വന്നത്. ഇതാട്ടെ ഞാൻ കാണുന്ന ഹോട്ടൽ. ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ കാണുന്നതാണ് ഹോട്ടൽ. ഇതാണ് ഞാൻ. എന്താല്ലേ ഇങ്ങനെ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാനിത് ഇവിടെ വന്നിട്ട് വോയിസ് ഓവർ കൊടുക്കുന്ന കാരണം അപ്പോൾ ഞാൻ തൽക്കാലം നിങ്ങളെ കേൾപ്പിക്കുന്നില്ല. എന്തൊക്കെയാണ് പറയുന്നുണ്ട്, സെൽഫി എടുക്കാമെന്നാ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. നിങ്ങൾ ഭംഗി നോക്കി, നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലെ എൻ്റെ ഭംഗിയിലാട്ട പറഞ്ഞേ, ബാക്ക്ഗ്രൗണ്ടിൽ ഭംഗിയുണ്ട. എന്താ രസമല്ലേ, എന്താ രസം. ഇതുപോലൊരു സ്ഥലം തൃശ്ശൂർ വേറെ ഉണ്ടാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരേ ഇങ്ങനെ ഒരു ദിവസം വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം എൻ്റെ അഭിപ്രായത്തിൽ വേറെ ഉണ്ടാവില്ല. അല്ലാണ്ട് ഇവിടെ എന്തല്ലാത്ത വഞ്ചി ഉണ്ട്, വഞ്ചിക്ക് വഞ്ചി, ബോട്ടിന് ബോട്ട്, കയാക്കിങ്ങിന് കയാക്കിങ്, എന്ത് വേണമെങ്കിൽ ഉണ്ട്. ഇവിടുന്ന് ഈ അറ്റത്തുനിന്ന് അങ്ങോട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബോട്ടിംഗ് ഒക്കെ എടുത്ത് എന്ത് വേണമെങ്കിൽ എടുക്കാട്ടാ. നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൃപ്രയാ ക്ഷേത്രത്തിൻ്റെ മുമ്പിലേക്കാണ് എത്തുന്നത്. അവിടെ മീനൂട്ടമൊക്കെ നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് എത്തുന്നത്. ഇതാട്ടോ നമ്മുടെ ഹോട്ടലിലേക്കുള്ള ആ വഴി. ഇതാണ് നല്ല വഴി. രണ്ട് സൈഡും അതിലൊക്കെ കെട്ടി, അതുപോലെ കുറച്ച് കുറ്റിക്കാട്, അങ്ങനത്തെ പരിപാടികളൊക്കെ. അങ്ങനെ ഈ വഴി കൂടെ നമ്മൾ മുന്നോട്ട് പോകും തോറും നമ്മൾ ഹോട്ടലിലേക്ക് എത്തുന്ന ദൂരം കുറഞ്ഞു വരും. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ സ്ഥലത്തേക്ക് പോകും തോറും നമ്മുടെ ദൂരം കുറയല്ലേ ചെയ്യാം. പോവാണ്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ദൂരം കുറയുമോ? നിങ്ങൾ പറയും. പോവാണ്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോവുക. അപ്പം അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ദൂരം കുറയും. പോവാണ്ട് ഒരു സ്ഥലത്ത് നിന്ന് വിചാരിക്കും, അപ്പോൾ ദൂരം കൂടില്ലേ? അതെ, ദൂരം കൂടില്ല, ആ ദൂരം തന്നെ ഉണ്ടാവും. നമ്മൾ കവർ ചെയ്യേണ്ട ആ ദൂരം തന്നെ അവിടെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ ഈ സൈഡിൽ കൂടെയൊക്കെ നടന്നിട്ട് വേണം ഈ ഒരു ഹോട്ടലിലേക്ക്, ഈ പർട്ടിക്കുലർ ഹോട്ടലിലേക്ക്, ഞാൻ പറഞ്ഞ ഹോട്ടലിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഇവിടെ കുറച്ചങ്ങോട്ട് നടക്കാണ്ട് അത്രേ ഉള്ളൂ. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ, നടക്കുന്ന ശരീരത്തിന് നല്ലതല്ലേ, നടക്കുക. നിങ്ങൾ നടക്കാണ്ടിരിക്കരുത്, നടക്കാണ്ട് ഒരു സ്ഥലത്തേക്കും പോകരുത്. മാക്സിമം നിങ്ങളുടെ യാത്രകളൊക്കെ കാറ്, ബൈക്ക് അങ്ങനെയുള്ള സാധനത്തിൽ നിന്നൊക്കെ മാറ്റിയിട്ട് അത് നേരെ ഇങ്ങനെ കാൽനടയാക്കിയിട്ടുള്ള യാത്രകളും അതുപോലെ സൈക്കിളിലൂടെയുള്ള യാത്രകളൊക്കെ ചെയ്യുക. യാത്രകൾ ചെയ്യാതിരിക്കരുത്, നടക്കാനുള്ള മടിക്ക് യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കണം. യാത്രകൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള അനുഭവങ്ങളുണ്ടാവും. പുതിയ ഫുഡ്, ഭക്ഷണമെല്ലാം, ഞാൻ കുറേ ഇല്ലേ ഭക്ഷണത്തിൻ്റെ കാര്യം പറയണു. ഭക്ഷണമാണല്ലോ ശരിക്കും എല്ലാം. അപ്പോൾ പുതിയ ഭക്ഷണങ്ങൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ യാത്ര ചെയ്യുന്നതിലൂടെ കിട്ടും. പുതിയ ആളുകളെ, നമ്മൾ എപ്പോഴും കണ്ടുപരിചയമുള്ള ആളുകളോട് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് പുതിയ ആളുകളുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഒരു അനുഭവം, അവരുടെ വ്യത്യസ്തമായ അനുഭവങ്ങളും, നമുക്ക് പുതിയ കൂട്ടുകാർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ യാത്രയിലൂടെ കിട്ടും. ഇതാണ് ഞാൻ പറഞ്ഞ ഹോട്ടൽ.
രുചി എന്നാണ് ഈ ഒരു ഹോട്ടലിൻ്റെ പേര്. ഇവർ ഈ ഒരു എന്താ പറയുക, ഈ ഒരു പുഴ എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു കനോലി കനാലിൻ്റെ സായിപ്പന്മാർ പണിതിട്ടുള്ള അല്ലെങ്കിൽ സായിപ്പന്മാർ വൃത്തിയാക്കിയിട്ടുള്ള ഒരു കനാലാണിത്. അപ്പോൾ ആ കനാലിൻ്റെ അടുത്താണ് ഈ ഒരു ഹോട്ടലുള്ളത്. അപ്പോൾ ഇവിടെ ചെന്നിട്ട് ഞാൻ ചേട്ടനോട് ചോദിച്ചു, എന്താ ചേട്ടാ കഴിക്കാനുള്ളത്? അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, മോനെ ഇന്ന് ബിരിയാണി ഇല്ല ചേട്ടാ. എന്താ ചേട്ടാ കഴിക്കാനുള്ളതെന്ന് ചോദിച്ചപ്പോഴല്ല ചേട്ടാ ബിരിയാണി ഇല്ലയെന്ന് പറഞ്ഞു. ബിരിയാണി ഇല്ലയെന്ന് ഞാൻ കൂടെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ബിരിയാണി ഇല്ലയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ എന്താ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ബീഫുണ്ട്, അതുപോലെ തന്നെ പൊറോട്ട, ചപ്പാത്തി, അങ്ങനെ ചോറ്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചപ്പാത്തി മതിയെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ ശരി എന്നാൽ നിനക്ക് ചപ്പാത്തി തരാമെന്ന് പറഞ്ഞു. ചപ്പാത്തിയും കൂടെ ബീഫിൻ്റെ ലിവർ എടുത്തോളാനും പറഞ്ഞു ഞാൻ. അപ്പോൾ ബീഫിൻ്റെ ലിവറും തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നൈസായിട്ട് ചേട്ടൻ എന്നോട് പറഞ്ഞു അവിടെ പോയി ഇരുന്നോളാൻ. അവിടെ ഞാൻ ഇരിക്കുള്ളൂ. ഇപ്പുറത്തെ സൈഡുണ്ട്, ഈ ഹോട്ടലിൽ ഇപ്പുറത്തെ സൈഡുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ല, ആ വെള്ളം കെട്ടി നിൽക്കല്ല കേട്ടാ, ആ റിവറിൽ, ആ ഒരു കനോലി കനാലിൽ ഫ്ലോട്ട് ചെയ്ത് നിർത്തിയിട്ടുള്ള ആ ബ്രിഡ്ജിലാണ് ഞാൻ പോയി ഇരിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഇരിക്കണോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, അവിടെ ഇരിക്കാം. ഇവിടുത്തെ ബിരിയാണി ചെയ്ത അടിപൊളി കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. തൃശ്ശൂർ ബിരിയാണി നല്ല രീതിയിൽ കിട്ടുന്ന സ്ഥലങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ കുറേ ഉണ്ട്. പക്ഷേ വെറൈറ്റി ബിരിയാണികൾ കിട്ടുന്ന, അതായത് വേറെ ടേസ്റ്റിൽ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് ബിരിയാണിയൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് കടകളുള്ളൂ. ഇവിടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ബിരിയാണിയാണ് കിട്ടുക. പക്ഷേ ടേസ്റ്റ് ഉണ്ട്, വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. പൊതുവേ തൃപ്രയാർ, ചാവക്കാട് ഏരിയയിലൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലിലാണ് അവിടെയുള്ള വീടുകളിലൊക്കെ ബിരിയാണി വയ്ക്കുക. ആ ഒരു സ്റ്റൈലിലുള്ള ബിരിയാണി ഇവിടെ കിട്ടും. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ബ്രിഡ്ജ്. ഇതാണ് ആ ബ്രിഡ്ജ്. അവിടെ കുറേ പേര് ഞാൻ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചോട്ടെ, അതുകൊണ്ട് ഞാൻ അവരെ ശല്യപ്പെടുത്തിയില്ല. ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാണ്. പിന്നെ ഞാൻ ചപ്പാത്തി പറഞ്ഞിട്ട് എൻ്റെ പ്ലാനൊന്ന് നൈസായിട്ട് മാറായിരുന്നു കേട്ടോ, അത് ഞാൻ പറയാം. ഇതൊക്കെയാണ് ഇവിടുത്തെ ഭംഗി, ഇതൊക്കെയാണ്. ഇത് കണ്ട, ഞാൻ ഫ്ലോട്ട് ചെയ്തിട്ട് ഇങ്ങനെ നിർത്തുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ കണ്ട വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് രസമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോണേ. എന്താ ഭംഗി എന്നാലോചിക്കുക നിങ്ങൾ. ഇതിപ്പോൾ ഞാനാട്ടാ, എൻ്റെ ഭംഗിയുടെ കാര്യമില്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ബിരിയാണി ശനി ഞായറും വയ്ക്കുള്ളൂ അല്ലേ? ഞാൻ കഴിഞ്ഞോട്ട് വന്നിട്ട് ബിരിയാണി കഴിച്ചു, ഇഷ്ടമായി എനിക്ക്. ഇവിടെ ഇരിക്കാൻ തന്നെ ഒരു പ്രത്യേക ഒരു വൈബുണ്ട്. ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാര്യമെല്ലാം ചോദിക്കിപ്പോൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് വെള്ളവും അവിടെ സ്മെല്ലും, ഇങ്ങനെ ഈ ഒരു പുഴയോരത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും കേട്ടോ. മഴയൊക്കെ പെയ്തുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. സ്മെല്ലല്ല, നമുക്ക് ഫുള്ളായിട്ടൊരു ഫീലാണ്. തണവും ഉണ്ട്, വെയിലും ഇല്ല. വെയിലില്ലാത്തതുകൊണ്ട് തന്നെ നല്ല സമാധാനമുണ്ട്. രാത്രി ഒന്നും നല്ല ഉണ്ടാവില്ല, ഉച്ചനേരത്തൊന്നും ഉണ്ടാവുന്നല്ലോ. സാമ്പാർ മതി ചേച്ചി. ആസ്വദിച്ച് കഴിക്കാൻ സദ്യ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഫുഡ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയും ടേസ്റ്റുള്ളൊരു ഫുഡ് വേറെ ഇല്ല സദ്യ അല്ലാണ്ട്. അതായത് സദ്യ കഴിക്കുന്ന ഒരു രുചി നമുക്ക് മലയാളികൾക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് വേറെ ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല. സാമ്പാർ, ചോറ്, അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം എന്തെങ്കിലും മീനാ ബീഫാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, സദ്യയുടെ ഒപ്പം നോൺ വെജ് അതുകൊണ്ട് ഉണ്ടെങ്കിൽ കുശാലായി എന്ന് പറയുന്നതായിരിക്കും ശരി. ഞാൻ ആസ്വദിക്കുന്നത് കണ്ടില്ലേ എന്തായാലേ, ഞാൻ ഏത് ഫുഡ് നന്നായിട്ട് ആസ്വദിക്കും. പക്ഷേ സദ്യ പ്രത്യേക ഒരു വൈബ് തന്നെയാണ് എപ്പോഴൊക്കെ. സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിലല്ല. എങ്കിലും രുചിയുടെ കാര്യത്തിൽ സദ്യയുടെ ഒപ്പം മുട്ടാൻ വേറൊരു സാധനമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ ഈ പറയുന്ന പോലെ ബീഫിൻ്റെ ലിവറൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഉണ്ടല്ലോ, സദ്യയുടെ ഒപ്പം ഒരു പിടിച്ചാൽ അത് ഗംഭീര രസമായിരിക്കും. സാമ്പാറായിരിക്കും, രസമല്ല കേട്ടോ സാമ്പാർ, അടിപൊളി സംഭവമാണ് അതൊക്കെ. അങ്ങനത്തെ ഒരു പരിപാടി. കുറേ ആളുകൾ പറയും സദ്യയുടെ ഒപ്പം നോൺ വെജ് വേണ്ട, നോൺ വെജ് ഇല്ലാതെ തന്നെ സദ്യ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ നോൺ വെജ് ഇല്ലാണ്ട് സദ്യ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ട്.
പക്ഷേ നോൺ വെജ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ മീൻ വറുത്തതാ, അയില വറുത്തതാ, അതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതി. എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് അതിൻ്റെ ഉണ്ടായാൽ മതി കഴിക്കാനായിട്ട്. എന്തെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓംലെറ്റ് ആവാം, അല്ലെങ്കിൽ ബീഫ്, ചിക്കൻ, അങ്ങനെ എന്ത് സാധനം. അത് പ്രത്യേകിച്ച് വറവായി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബിൽ ഇരുന്നിട്ട് നമുക്ക് മണക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ്. ബോട്ടുണ്ട് ഇവിടെ, ബോട്ട് മറ്റേ തൃപ്രാറ്. അതെ, ചെമ്മീൻ ചെമ്മീൻ എടുക്കും. ചെമ്മീൻ്റെ പോലെ നോക്കട്ടെ. അത് കഴിഞ്ഞപ്പോഴേക്കും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോഴേക്കും ഒരു മഴ പെയ്തു. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഈ ഹോട്ടലിൽ തന്നെ അവിടെ ഒരു മുറുക്കുണ്ടായിരുന്നു. ആ മുറുക്ക് പോയി വാങ്ങി അങ്ങനെ ഒരു ഫോണൊക്കെ വിളിച്ച് മുറുക്കും കഴിച്ച് ഇരിക്കലാണ് പിന്നെയുള്ള പരിപാടി. അങ്ങനെ മഴ കഴിയണവരെ എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ആകെ സീനാവില്ലേ. മഴയൊക്കെ നനഞ്ഞാൽ കുടയാണെങ്കിൽ എടുത്തിട്ടില്ല, കുട എടുക്കാണ്ട് പിന്നെ കുറച്ച് സീനാവില്ലേ. മഴ നനഞ്ഞ് പിന്നെ വീഡിയോ എടുക്കാനൊന്നും സുഖം ഉണ്ടാവില്ല. എൻ്റെ ഭാഗ്യത്തിന് ഞാൻ ഇവിടെ നിന്ന് പോകുന്നവരെ മഴ പെയ്തില്ല. മഴ പെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തു, ചെറുതായി ഒന്ന് പെയ്തു, അപ്പോൾ തന്നെ മഴ പോയി എന്നുള്ളൊരു സംഭവമാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ ഈ മഴയെ ആസ്വദിച്ച്, ഇപ്പോൾ കുറച്ച് നേരം കിട്ടിയ മഴയെങ്കിൽ കുറച്ച് നേരം കിട്ടിയ മഴ, അത് നല്ല രസമുണ്ടായിരുന്നു. അതും ആസ്വദിച്ച് ഫോണൊക്കെ വിളിച്ച് അവിടെ ഇരുന്നു. അങ്ങനെ ഇരുന്ന് ആ ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് വെള്ളമൊക്കെ വാങ്ങിയ വെള്ളം കുടിച്ച് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നടക്കുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഈ കുരങ്ങൻ മുതലാളി എന്താ ഇവിടെ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ കുരങ്ങൻ മുതലാളി പറഞ്ഞു എനിക്ക് എന്താ ഇവിടെ വന്നുകൂടെയെന്ന്. ഞാൻ ആലോചിക്കുക, ഈ ഒരു പുഴയിൽ എങ്ങനെയാണ് ഒരു കുരങ്ങ് എത്തിപ്പെടുന്നത്? ഇത് കാടിൻ്റെ ഏരിയ അല്ല, ഇവിടെ കടലാണ് മെയിനായിട്ട്. ഈ ഒരു ഏരിയയിൽ ഈ മുതലാളി എങ്ങനെ ഇവിടെ എത്തിയ? എനിക്കതറിയണം. അത് എങ്ങനെ എത്തിയെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഉള്ളവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് കുറേ നാളായിട്ടുള്ളതാണ്, വളരെ നന്നായി ചെറുപ്പത്തിൽ തന്നെ വന്ന് പെട്ടുപോയതാണ്, പിന്നെ എങ്ങോട്ടും പോയില്ല. ഒറ്റയാൾ ജീവിതം, എന്തായാലും ഒരു സ്വാതന്ത്ര്യമില്ലാത്തൊരു ജീവിതം. അതിൻ്റെ അടുത്ത പരിപാടി ഞാൻ അവിടെ ഒരു ടീമിൻ്റെ അടുത്ത് പോയി. ആളുടെ പേര് ഇപ്പം ഞാൻ പറയുന്നില്ല, അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബോട്ടുള്ള ഒരു ടീമാണ്. അപ്പോൾ ബോട്ടുള്ള ടീമിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ തൃപ്രയാർ ക്ഷേത്രം വരെ ഒന്ന് എന്നെ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചപ്പോൾ ആൾ കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ധൈര്യമായിട്ട് കയറി ഇരുന്നു. പിന്നെ എൻ്റെ യാത്ര ആരംഭിക്കുകയാണ്. അവിടെ നിന്ന് ബോട്ട് യാത്ര അങ്ങോട്ട് ആരംഭിക്കുകയാണ്. നല്ല ഭംഗിയുള്ള ഒരു ഗംഭീര ബോട്ട്, പുതിയ ബോട്ടാന്ന് തോന്നുന്നു. അപ്പോൾ ബോട്ടിൽ ഫ്രണ്ടിൽ തന്നെ കയറിയിരുന്നു. ഫ്രണ്ടിൽ കയറിയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മാത്രം ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ഞാൻ മാത്രം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെ ഇരുന്നു. ഫുൾ ഫ്രീഡത്തിൽ അങ്ങോട്ട് ഇരുന്നു. ഇന്ന് സ്വാതന്ത്ര്യദിനമൊക്കെ ഇല്ലേ, ഫുൾ ഫ്രീഡത്തിലിരിക്കാന്ന് വെച്ചു. അപ്പോൾ ഫുള്ള് ഫ്രീ ആയിട്ട് അങ്ങോട്ട് ഇരുന്നു. അപ്പോൾ പിന്നിൽ നമ്മുടെ ഗഡിമോൻ, അതായത് നമ്മുടെ വണ്ടിയല്ല ബോട്ട് ഓടിക്കുന്ന ചേട്ടൻ, ആൾ സ്റ്റാർട്ടാക്കി ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോട്ടാ. ബാക്കി എന്താ ഉണ്ടാവണേ എന്നുള്ളതൊക്കെ നിങ്ങൾ നേരിട്ട് തന്നെ കണ്ടോ. എന്താ സംഭവിക്കാൻ പോണേന്ന്, ഇവിടെ എന്തൊരു അപകടം സംഭവിക്കാൻ പോകണോ? ഒരിക്കലല്ല, അപകടമൊന്നുമില്ല. സിമ്പിൾ, നല്ല സേഫാണ്. നമുക്ക് സേഫ്റ്റി ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ എന്ത് അപകടമാണ് ഉണ്ടാവുക? പോരാത്തന്നെ എനിക്ക് നീന്താനും അറിയാം. അപ്പോൾ അതുകൊണ്ട് വലിയ കലാപമില്ലാണ്ട് നമുക്ക് സുഖമായിട്ട് ഈ യാത്ര ആസ്വദിക്കാൻ പറ്റും. ഇതേവരെ ഇവിടെ ഒരു അപകടം ഉണ്ടായിട്ടുമില്ല, അതും വേറെ കാര്യം ഉണ്ടാ. ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നത് ഇതിപ്പോൾ പുതിയത് വന്നല്ലേ? മുമ്പൊന്നും കണ്ടല്ലേ?
ഇത് സ്പീഡ് ബോട്ടല്ലല്ലോ. നോർമൽ സ്പീഡ്. അതിലെത്ര ചാർജ് വരണേ ആ മുന്നിൽ പോണ ബോട്ടില്? ഇല്ലല്ലേ? അത് കലങ്ങിയില്ലേ വെള്ളം? കുറച്ച് നല്ല പച്ചപ്പ് ഉണ്ടാവും വെള്ളേ. കലങ്ങിയില്ലേ? മഴ പെയ്തേ. നല്ല ഭംഗിയുണ്ടല്ലേ? തെങ്ങൊക്കെ ഇങ്ങോട്ട് വീഴില്ലേ? തെങ്ങിട്ട് മറിഞ്ഞു വീഴില്ലേ? ആ സൈഡ് പിടിച്ച് പോകാൻ പറ്റുമോ? ആ സൈഡ് പിടിച്ചിട്ട് വിദേശികളാന്ന് തോന്നുന്നല്ലേ? കൊരങ്ങനെ കണ്ടൂല്ലേ ഞാൻ അവിടെ? കൊരങ്ങനെ എവിടുന്ന്? ആരെങ്കിലും കൊണ്ടുവന്നിട്ടോ? വഴിയൊക്കെ തെറ്റി പോകുന്നുണ്ടാവും. കായാക്കങ്ങാണെങ്കിൽ അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ പോകാറുണ്ട്. എത്ര മണി വരെ ഉണ്ടാവും? ബോട്ടിങ് ഉണ്ടാവും അല്ലേ? 6:30 അവസാനിപ്പിക്കും. മാക്സിമം എത്ര പേരെ കൊള്ളൂല്? എത്ര പേരെ കൊള്ളും? 8 പേര്.
ഏ ചൂണ്ടിരുന്ന് അതെ നല്ല കാളാടി നല്ല സംഭവങ്ങളൊക്കെ. കാളാഞ്ചിമിനെ വാളൊക്കെ ഉണ്ടാവുന്നില്ല. കാള. മീനൂട്ടപ്പ് ഉണ്ടാവില്ലേ? ആയിട്ടില്ലല്ലോ, സമയമായി. അറിയില്ല, ഇന്നാളൊന്നും ഉണ്ടായിരുന്നു. അമ്പലല്ലേ? ഉം. പാലത്തും കൂടെ ചുറ്റി വന്നാലോ നമുക്ക്? പറ്റില്ലേ? സൈഡ് വരെ ആ. അപ്പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ചുറ്റാൻ പറ്റില്ല അല്ലേ? പറ്റേ കൊണ്ടുപോകാൻ ഏ പറ്റേ കൊണ്ടുപോകാൻ. ആ ചേട്ടാ വീട്ടിലുള്ള എറണാകുളം. സംസാരം കേട്ട് പെട്ടെന്ന് തൃശ്ശൂരാന്ന് തോന്നിയില്ലേ? അല്ല, സംസാരം കേട്ടിട്ട് തൃശ്ശൂർ ഭാഷ തോന്നിയില്ലേന്ന് ആരാ ചോദിച്ചേ? ആളെ. അത് രണ്ടുപേരും അയാളുടെ ആളും ചേട്ടാ അത് ഓടിക്കില്ലേ? ആ ഓടിക്കും. ആരും പെട്ടെന്ന് ഓടിപ്പോയി. എവിടുന്ന്? ഓടി പെട്ടെന്ന് ഓടിപ്പോവും. ആ, വെള്ളം കാണാൻ ആൾക്കാരുണ്ടാ? ഓട്ടാരോ. തിരക്കാ? ഏയ് മഴ അങ്ങനെ നിൽക്കുന്ന ആ. നമ്മുടെ ഏനമ്മാവലി. ആ. സ്ലോവാക്കിയേ. ആ, ഇവിടുന്ന് കോഴ്സ് കണ്ടിട്ട് മഴ കഴിഞ്ഞ് നല്ല വെള്ളം കയറില്ല അവിടേക്ക്.
കേറില്ലേ? ആയി വരുമ്പോഴത്തേക്കും മഴ പെയ്യും. അപ്പൊ കരക്കാടിന്റെ ഓ അതെ. ഞാൻ ഇന്ന് മുടക്കാൻ ഇന്ന് തിരക്കണ്ടോന്ന് വിചാരിച്ചേ, പക്ഷെ അങ്ങനെ തിരക്കില്ല. ഈ മഴ തന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ഇടയ്ക്ക് വരുമ്പോഴേ ഞാൻ ആലോചിക്കും ഇവിടെ കുറഞ്ഞ കാടുമില്ല എടുത്തൊന്നും. ജാക്കറ്റ് എല്ലാം എടുത്ത് വലിച്ചെടുത്തിട്ടും സാധന കടയിൽ വെക്കാൻ കൊടുക്കും. ഫുഡ് എവിടെ കിട്ടണോ? ഫുഡ് എവിടെ കിട്ടണോ? കുടിക്കായിരിക്കും. അത് അങ്ങനെ എടുത്തല്ല, പാലത്തിന്റെ അടി. പഴയ ആൾക്കാരല്ലേ? ഇറങ്ങിക്കോടെ. വൈറ്റല്ലേ ഫ്ലോട്ടിങ് ആണ്. ഏയ് മഴയല്ലേ, മഴയിലായിരുന്നു പോയിരുന്നു. നനഞ്ഞ സീന